هلا وغلا هلا وغلا بالحبايب نورتونا وشرفتونا كترتونا ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് അൽസുദ ഹില്ലിലാണ്. അവിടുത്തെ അൽസുദ കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല തണുപ്പും ഒക്കെ ഉണ്ട്. അതെ, കേബിൾ കാർ വരുന്നത് നമുക്കിവിടുന്ന് കാണാം. ഇവിടെ വന്നിട്ട് ഇവിടുന്നാണ് ആൾ കയറി പോകുന്നത്. ഇപ്പോൾ തന്നെ രാവിലെ ഒരു 10 മണി ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ കേബിൾ കാറിൻ്റെ ഏരിയയിലൊക്കെ നല്ല തിരക്കായിട്ടുണ്ട്. കാരണം ഇന്ന് ലീവിൻ്റെ ഒക്കെ സമയം കൂടെ ആയതുകൊണ്ട് നല്ലോണം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഭയങ്കര റേറ്റാണ് കേട്ടോ. 800 റിയാലാണ് ഒരു കേബിൾ കാറിന്. അതിനകത്ത് ഒരാൾക്ക് 8 പേർക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് സൈഡും കാര്യങ്ങളും. ഇവിടെ കുറച്ച് പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വ്യൂ ആണെന്നൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടൊക്കെ പറഞ്ഞാൽ എൻട്രൻസ് നല്ല രസമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്. തിരിച്ചു വരുമ്പോൾ ഇനി ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. കുറച്ച് ഇത് എന്തുമാത്രം സമയത്തേക്കാണെന്ന് അറിയത്തില്ല. പക്ഷേ 800 നല്ലൊരു കൂടുതലാണെങ്കിൽ പോലും നമ്മളിവിടം വരെ വന്നിട്ട് അതിൽ കയറാൻ കഴിഞ്ഞാൽ അതൊരു മോശമായ കാര്യമായി പോകും. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻട്രൻസ് സൈഡിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ പാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആയിട്ട് സൂപ്പറായിട്ടുണ്ട് സംഭവം. അവർ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു നമ്പർ അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് നമ്മളിവിടെ അകത്ത് കയറ്റി എത്തും വെയിറ്റിംഗ് ഏരിയയിൽ. അപ്പോൾ കാർ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ അതിൽ കയറി പോകാൻ പോകുന്നത്. എൻട്രൻസിൽ നിന്ന് ഇപ്പോൾ അകത്തോട്ട് കയറിയിട്ട് ആ കാറിൽ നമ്മൾ കയറാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം വന്നിരിക്കുന്നുണ്ട്. ഇത് നമുക്കുള്ളതായിരിക്കണം എന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ നല്ല വ്യൂ ഒക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് നമ്മൾ കേബിൾ കാർ എന്ന് പറയുമ്പോഴും ഒറിജിനൽ പേരെന്ന് പറയുന്നത് പാസഞ്ചർ ഗണ്ടോള എന്നാണ്. സുഖ ഇവിടെ എഴുതി വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ലെങ്ത് എന്ന് മാത്രം ഏകദേശം 3061 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്. പിന്നെ കുറേയൊക്കെ സ്പീഡിൻ്റെ എഴുതിയിട്ടുണ്ട്. 5 minutes/second സ്പീഡ്. ട്രാവൽ ടൈം 10 മിനിറ്റാണ് താഴോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമുക്കുള്ള സംഭവം. ഇതിനകത്തോട്ട് ഇപ്പോൾ കയറുകയാണ്. അപ്പോൾ ഇത് സ്റ്റോപ്പാകുന്നില്ല. സ്റ്റോപ്പാകാതെ തന്നെ ഇതിനകത്തോട്ട് കയറുകയാണ്. ഇവിടെ നമുക്ക് സ്റ്റേഷനിൽ ഒരു സ്റ്റോപ്പായിട്ടൊന്നുമില്ല. ഇവിടെ നിന്ന് നമ്മൾ കയറി ഡോറ് ക്ലോസ് ആവുമായിരിക്കും. ഇവിടെ നമുക്ക് സ്ലോ ആയിട്ടാണ് അവിടെ നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് നല്ല സ്പീഡാകുന്നുണ്ട്. അവർ പറഞ്ഞ കണക്ക് തന്നെ താഴോട്ട് നോക്കിയാൽ നല്ല കോടമഞ്ഞിൻ്റെ എഫക്റ്റ് ആണ് കേട്ടോ. ചുറ്റും നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടു കേട്ട് നമുക്ക് പോകാം. ഇത് നല്ല ഇറക്കമാണ് താഴോട്ട്. റേറ്റ് ഉണ്ടെങ്കിലും നല്ലൊരു വ്യൂ ആട്ടോ. നല്ലൊരു ഇത് കയറണമെങ്കിൽ വളരെ നഷ്ടമായി പോകും. നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വേറെ മുന്നോട്ട് കയറി വരുന്നുണ്ട്. അവിടെ താഴെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്താ പറയുന്നത്, നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും തന്നെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കുറേ നേരം ഇരുന്നിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും ഇല്ല, ആൾക്കാരൊന്നും ഇല്ല വരുന്നത്. നല്ല താഴ്ചയിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നല്ല മലയിടുക്കുകൾ കൂടെ ഇടയിലൂടെ
അപ്പോൾ അതുകൊണ്ട് തന്നെ തല കറങ്ങുന്നുണ്ട് ചെറുതായിട്ട്. ആ അതെ, പിള്ളേർക്ക് ചെവിവേദനയൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു വ്യൂ ആട്ടോ. ഫ്രണ്ട് സൈഡിലൊക്കെ നോക്കാമെങ്കിൽ മഞ്ഞുകൊണ്ട് മൊത്തം മൂടിയേക്കുന്ന മലനിരകൾ കാണാൻ പറ്റും. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക് എത്തുമ്പോൾ ഒരു വളരെ സ്ലോ ആക്കുന്നുണ്ട്. ഒത്തിരി ഫാസ്റ്റ് പോകാതെ നല്ല വ്യൂ ഒക്കെ കണ്ടു പോകാനുള്ള സൗകര്യമാണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു അനുഭവം കേട്ടോ. ഇതുവരെ കയറിയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. സംഭവം സൂപ്പറുണ്ട്. ഇതാണ് നമ്മൾ ഇറങ്ങി വന്ന വഴി. നല്ല ഹൈറ്റിൽ ഏകദേശം 3000 മീറ്ററോളം കാഴ്ചകളാണ് നമ്മൾ പോകുന്നത്. ഇവിടെ വരെ വന്നിട്ട് നമുക്ക് കയറിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകാൻ. കാരണം ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇത്രയും 800 രൂപയാണെന്ന് പറയുമ്പോൾ നല്ലൊരു ചാർജ് എന്ന് തോന്നിയാൽ പോലും നമ്മളിവിടെ കയറിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമായി പോകാൻ. കയറി എന്തായാലും നന്നായിട്ട് ചെവി അടയുന്നുണ്ട് താഴെ എത്തും തോറും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റേഷനിലായിരിക്കും നമ്മൾ എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരെണ്ണത്തിൽ തിരിച്ച് ആൾക്കാർ കയറി വരുന്നത് നമ്മൾ കാണുന്നത്. ഇത്ര നേരം ആരും ഇല്ലായിരുന്നു. പോകുന്നവരൊക്കെ കുറച്ചേരൊക്കെ അവിടെ കറങ്ങിയിട്ടായിരിക്കാം വരുന്നത്. ഇപ്പൂസിനൊക്കെ നല്ല ചെവിവേന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇസക്കുട്ടന് പിന്നെ യാതൊരു ഫീലും പറയുന്നില്ല. പറയാൻ പറ്റത്തോണ്ടായിരിക്കും. സോളാർ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെവി അടഞ്ഞിട്ട് സൗണ്ടും ഒന്നും കേൾക്കുന്നില്ലെന്നാ പറയും. ഇവിടെ നമ്മൾ ഇറങ്ങി ചെല്ലുന്നിടത്ത് എന്തൊക്കെയോ പാർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കാനും ശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ആയിരിക്കും. ഇവിടെ കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഇവിടുത്തെ മലനിരകളിലൊക്കെ കണ്ടോ നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. മരങ്ങൾ വലിയ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ വളർന്നൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു. നമുക്ക് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതിന് മുമ്പ് ചാടി ഇറങ്ങേണ്ടി വരുമായിരിക്കും. അല്ല സ്റ്റോപ്പാണല്ലോ. ചെറുതായിട്ട് സ്റ്റോപ്പാണ്. വളരെ സ്ലോയിൽ ആ സമയത്ത് നമ്മൾ ഇറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. വളരെ സ്ലോ ആവും. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സാഹചര്യം കിട്ടുന്നുണ്ട്. പതുക്കെ ഇറങ്ങാം. ഇറങ്ങിയിട്ട് ഈ ഒരു താഴോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക്. നമ്മളിപ്പോൾ കേബിൾ കാറിൽ വന്ന് ഇറങ്ങിയ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ ആണിത്. നല്ല രസമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വീടുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാം ഒരേപോലെയൊക്കെ ഇരിക്കും. നല്ല രസമുണ്ട് സംഭവം. ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങി ഒരു ടീം വരുന്നുണ്ട് കേട്ടോ. അടുത്ത ടീം നമ്മൾ കൊണ്ടുവരുന്ന ഫിലിപ്പീൻസ് ടീമാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് ഏരിയയും അവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം നമുക്ക് മേളിൽ നിന്ന് പോരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്നാക്സൊന്നും അവർ എടുപ്പിക്കത്തില്ല. ഇവിടുത്തെ ഒരു ബിസിനസ് വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ഇവിടെ റെഡി ആയിക്കുന്നത് ഇപ്പോൾ ഉണ്ട്. അവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം. ഇസക്കുട്ടനൊക്കെ ആദ്യമായിട്ട് കാണുവാന്ന് തോന്നുന്നു. ഇസക്കുട്ടനെ കൊണ്ട് കൊടുത്തേരി. ഇസക്കുട്ടനെ നമുക്ക് അവിടെ ഇരുന്ന് കൊടുത്ത് നോക്കാം. ഇസക്കുട്ടന് പേടിയൊന്നുമില്ല പോയിട്ടുണ്ട്. സ്റ്റൈലായിട്ടായാലും അവർ നിൽക്കുന്നുണ്ട്. നമുക്ക് കാശ് കൊണ്ടുവരും. ഇവിടുത്തെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടോ? അതിൻ്റെ മുകളിലൊക്കെ തൊപ്പി കൊണ്ടുള്ള സെറ്റപ്പാണ് വെച്ചേക്കുന്നത്. അതൊരു ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. ഇവിടെ രാത്രിയിലൊക്കെ ഒത്തിരി രസമായിരിക്കും. കാരണം റാന്തൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ പിള്ളേർക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ഫുഡ് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പോകാം എന്നുള്ള സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ അപാര വ്യൂ ആകട്ടെ. അതായത് നല്ല കുറേ മലകൾക്കിടയിലുള്ള ഒരു സ്ഥലം, അതിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ വന്നത് വളരെ മനോഹരമായിട്ടൊരു സ്ഥലത്ത് തന്നെയാണ്.
പോകുമ്പോ അത്ര പ്രശ്നം തോന്നില്ല. മറ്റേ ഇങ്ങനെ അങ്ങോട്ട് തോന്നി തോന്നി വിട്ടു പോകുന്നു. അവസരം കിട്ടുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് എടുക്കുകയാണേ. അത് സൂപ്പർ വ്യൂ. Wow, super cool now. Wow, this is epic. Ayo. Super good. Yeah. Bye. Bye. Kita